അഭിവാദ്യം. ഒരു കരുത്തുറ്റ സംഘടനയായി തിരുവനന്തപുരത്തെ PKSന് മാറാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പഠന ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സമയം കിട്ടുന്നു. സംസ്ഥാന കമ്മിറ്റി ഒരു സംസ്ഥാനാടിസ്ഥാനത്തിൽ ക്ലാസ് പ്ലാൻ ചെയ്തതാണ്. ഇന്ന് നമ്മുടെ ദളിത് സ്വത്വാദികൾ ഉയർത്തുന്ന നമുക്കെതിരായിട്ട് ഉയർത്തിവിടുന്ന ചില ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, അതിൻ്റെ നിജസ്ഥിതി PKSന്റെ പ്രധാന പ്രവർത്തകർക്ക് ബോധ്യപ്പെടാനും അതുമായി ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങളും ആശയവിത്തതെല്ലാം ദൂരീകരിച്ച് നമുക്കെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളെ അല്ലെങ്കിൽ ആരോപണങ്ങളെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. നമ്മൾ അതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ തീർച്ചയായും സഖാക്കളെ നമ്മൾ നിന്നിടത്ത് തന്നെയായിരിക്കും നിൽക്കാൻ പോകുന്നത്. ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നാണ് എനിക്കതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. കാരണം കൃത്യമായൊരു ടൈം ടേബിൾ തയ്യാറാക്കിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓഗസ്റ്റ് 20 മുൻപായി യൂണിറ്റ് കൺവെൻഷൻ പൂർത്തീകരിക്കുക, അടുത്ത സെപ്റ്റംബർ 10 മുൻപായി ഓഗസ്റ്റ് 30 മുൻപായി ലോക്കൽ കൺവെൻഷൻ പൂർത്തീകരിക്കുക. പ്രശ്നം ഉണ്ടാകുന്നതിൽ മുൻപിൽ നിങ്ങൾ ഇടക്കിടയ്ക്ക് മതേതരത്വം ഒന്ന് കുത്തിപ്പിടിച്ചുകൊണ്ട് വരും. അത് ആവശ്യമില്ല എന്ന് പറയുന്ന നിഷ്പക്ഷവാദികളുടെ ഒരു വീക്ഷണം, ഒരു പെർസ്പെക്റ്റീവ്. രണ്ടാമത്തെ പെർസ്പെക്റ്റീവ്, ഒന്നും ശരിയാവില്ല, എല്ലാം ഉണ്ട്. ഇപ്പൊ സമകാലിക ഇന്ത്യ ഉണ്ട്, ദലിത് ജീവിതമുണ്ട്, ഒന്നും ശരിയാവില്ല, ഇതെല്ലാം ദൈവഹിതമാണ്, ഇതൊരു വിധിയാണ്. കൃത്യമായ ഒരു ധാരണയോടുകൂടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചേ മാത്രം മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുമായിരുന്നു. നമുക്കറിയാം, ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥ എന്തിൽ അധിഷ്ഠിതമാണോ എന്ന് ചോദിച്ചാൽ ജാതിയിലാണ് ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥ നിലകൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു സാമൂഹ്യ വ്യവസ്ഥ നിലകൊള്ളുന്ന അതേ അടിത്തറയിൽ മാത്രമേ രാഷ്ട്രീയ വ്യവസ്ഥ രൂപപ്പെട്ടു വരികയുള്ളൂ. അതുകൊണ്ടാണ് ആ സാമൂഹ്യ വ്യവസ്ഥ ആർക്ക് മേൽക്കോയ്മയുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയായിരിക്കുമോ അവർക്ക് മേൽക്കോയ്മയുള്ള ഒരു രാഷ്ട്രീയ വ്യവസ്ഥയാണ് അവിടെ നിലനിന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിലനിൽക്കുക. ആ രാഷ്ട്രീയ വ്യവസ്ഥ സ്വാഭാവികമായിട്ടും